ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മാത്സ് ഈസിയായി എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു 5 ടിപ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫോർമുലാസ് നമ്മളുടെ നോട്ട് ബുക്സിൽ എഴുതിയേക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർ പഠിപ്പിച്ച മെത്തേഡ് പഠിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടീച്ചറിന് കുറച്ചുകൂടി ഇമ്പ്രഷനാവും മാർക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അല്ലാണ്ട് എല്ലാവരും ചിലവർ ട്യൂഷന് പഠിക്കുന്നവരുണ്ടാവാം, വീട്ടിൽ നിന്ന് വേറെ മെത്തേഡിൽ പഠിക്കുന്നവരുണ്ടാവാം, സ്കൂളിൽ വേറെ മെത്തേഡായിരിക്കും. അങ്ങനെ എല്ലാ മെത്തേഡും കൂടി കൂട്ടിച്ചേർന്ന് വരുമ്പോൾ അതെല്ലാം കൂടി കൺഫ്യൂഷനായിട്ട് നമുക്കൊന്നും എഴുതാനും കിട്ടില്ല, അങ്ങനെ മാർക്ക് പോകാനും നല്ല സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാത്തിനെക്കാട്ടി ബെറ്റർ എന്ന് പറയുന്നത് ടീച്ചർ പറയുന്ന ഫോർമുല, അതായത് നോട്ട് ബുക്കിൽ കൊടുത്തേക്കണ ഫോർമുല ഫോളോ ചെയ്ത് പഠിക്കുക. ആൻഡ് ട്യൂഷനിൽ പഠിക്കരുത് എന്നല്ല, ട്യൂഷനിലേയും നോക്കുക. ആൻഡ് നമ്മുടെ സെക്കൻഡ് ടിപ്പാണ് ഡെയിലി കുറച്ച് നേരമെങ്കിലും നിങ്ങൾ മാത്സിൽ വീക്കാണെന്നുണ്ടെങ്കിൽ മാത്സ് പ്രാക്ടീസ് ചെയ്യാൻ ഡെയിലി കുറച്ച് നേരമെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക എന്നുള്ളതാണ്. മിനിമം അരമണിക്കൂർ അല്ലെങ്കിൽ 1 ഹവറെങ്കിലും ഇരിക്കുക. അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യാനും അതേപോലെ മാർക്ക് വേഗത്തിൽ സ്കോർ ചെയ്യാനും സഹായിക്കും. ആൻഡ് സ്റ്റെപ്പ് 3 ആണ് കുറേ പേര് ചെയ്യുന്ന ഒരു അബദ്ധമാണ്, ആൻസർ മാത്രം നോക്കിയിട്ട് എക്സാമിന് പോകുക എന്നുള്ളത്. വേറെ സബ്ജക്റ്റ് പോലെയല്ല നമ്മുടെ മാത്സ് വന്നിട്ട്. മാത്സ് നമ്മൾ ചെയ്ത് പഠിച്ചാലും നല്ല വ്യക്തമായിട്ട് നമുക്ക് ഓർമ്മയിലും ഉണ്ടാവുള്ളൂ, ചെയ്യാനും പറ്റത്തുള്ളൂ. ജസ്റ്റ് വായിച്ച് പോയി നോക്കിയാലും നമുക്ക് ആ മെത്തേഡ് മനസ്സിലാവത്തില്ല, ക്വസ്റ്റ്യൻ കണ്ടാലും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോർമുലാസും അതിൻ്റെ ഇക്വേഷൻസും എല്ലാം നന്നായിട്ട് ചെയ്ത് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ആൻഡ് 4th ടിപ്പാണ് ടഫായിട്ടുള്ള ഇക്വേഷൻസും അതിൻ്റെ മെത്തേഡും എല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള മിസ്റ്റേക്സ് നമ്മൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ചെയ്ത് തന്നെ പഠിക്കണം മാത്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി ചെയ്തൊക്കെ ഒന്ന് പഠിക്കുക. വളരെ സിമ്പിളായിരിക്കും മാത്സ് നിങ്ങൾക്കപ്പോൾ. ലാസ്റ്റ് ടിപ്പാണ് നമ്മുടെ എക്സാം പോലെ ടൈമർ വെച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ചിലവർക്കൊക്കെ മാത്സ് എക്സാമിന് എഴുതുമ്പോഴൊക്കെ ടൈം കിട്ടില്ല, ലാസ്റ്റ് മിനിറ്റിലൊക്കെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസൊക്കെ മിസ്സായി പോകും. എന്താണ്, ടൈം കിട്ടുന്നുണ്ടാവില്ല എഴുതാൻ, അറിയാമെങ്കിലും ടൈം കിട്ടുന്നുണ്ടാവില്ല എഴുതാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ വെച്ച് എത്രയാണോ ടൈം എക്സാമിനുള്ള അത്രയും ടൈം ഒന്ന് ചെയ്ത് നോക്കുക. അത്രയും ടൈം വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ ഇട്ട് ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ എക്സാം ടിപ്സ്. ഇത് ഫോളോ ചെയ്താൽ മാത്സ് കുറച്ചുകൂടി ഈസി ആയ പോലെ നിങ്ങൾക്ക് തോന്നും. ഈ ഒരു വീഡിയോ ഒരാൾ സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ, കുറച്ച് ലേറ്റായി, എന്നാലും ഇപ്പോഴാണ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ സജഷൻസ്. ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ സജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഇതേപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. കുറച്ച് ലേറ്റായിട്ടായാലും പറ്റുമ്പോൾ നേരത്തെ ആയാലും ഞാൻ ചെയ്യാം. എക്സാംസ് ആയതുകൊണ്ടാണ് ഇത്രയും വീഡിയോസിന് ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക. വീഡിയോ എന്ത് വേണം എന്നും കൂടി കമൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.